ഓക്കെ, എൻ്റെ പേര് അസ്മാ നസ്രീൻ. ഞാൻ മലപ്പുറം ജില്ലയിലാണ്. ഞാനൊരു 4.5 വർഷമായിട്ട് ഈ ഒരു ഹെൽത്ത് ഇൻഡസ്ട്രിയിലാണ്. ആദ്യം ഞാനൊരു അധ്യാപികയായിരുന്നു. അവിടുന്ന് ഞാനൊന്ന് സ്വിച്ച് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഹെൽത്തിൻ്റെ മേഖലയിലോട്ട് എത്തിയത്. എൻ്റെ ഹെൽത്ത് മോശമായ സിറ്റുവേഷനിലായിരുന്നു ഞാൻ ഹെൽത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. നമുക്ക് നമ്മുടെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ട് തുടങ്ങുമ്പോഴാണല്ലോ അവിടുന്ന് തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമം നടത്തല്. നമ്മുടെ മൈൻഡിന് നമുക്ക് 3 ലെയറുകളുണ്ട് അല്ലേ? മൈൻഡിന്റെ 3 തലങ്ങള്. ഈ 3 തലങ്ങളിലും വരുന്ന ചിന്തകൾ, അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കളയുന്നതുമായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും, നമ്മൾ പലതും ഒഴിവാക്കി പോകുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും, ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ മൈൻഡിൽ നമുക്കറിയാം മെയിനായിട്ടുള്ളത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്. ഇപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ 3 സാധനം മീൻസ് നമ്മുടെ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എല്ലാം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് നമ്മളൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താണ്? അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കോൺഷ്യസ്ലി ആണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കോൺഷ്യസ്ലി ആണ്. ഞാൻ ബോധപൂർവമാണ് ഇന്ന കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ അത് കോൺഷ്യസ് മൈൻഡാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ ചെയ്യാനെടുക്കുന്ന പല കാര്യങ്ങളും അതെല്ലാം നമ്മുടെ ഒരു കോൺഷ്യസ് മൈൻഡിലാണ്. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് ഇത് നമ്മുടെ നമ്മൾ സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ സ്വാധീനിക്കുന്ന, മീൻസ് നമ്മുടെ ശീലങ്ങളായിട്ടും നമ്മുടെ വികാരങ്ങളായിട്ടും നമ്മുടെ വിശ്വാസങ്ങളായിട്ടും നമ്മുടെ ഓർമ്മകളായിട്ടും നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഇറങ്ങിയിരിക്കുന്നു, ഇത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങളിപ്പോൾ ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായ കുടിക്കണം, അതൊരു ശീലമാണ്. ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോവും, അതൊരു ശീലമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഓരോ വികാരങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പ്രാർത്ഥിക്കണം ചിലര് പ്രാർത്ഥനയെ വേണ്ട എന്നുള്ള ചിന്തകൾ പല രീതിയിലുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് അൺകോൺഷ്യസ് മൈൻഡാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ നമ്മുടെ ഈ പറഞ്ഞ വികാരങ്ങളെല്ലാം നമ്മുടെ ശീലങ്ങളായാലും നമ്മുടെ സന്തോഷമായാലും നമ്മുടെ ദുഃഖമായാലും ഈ രീതിയിൽ നമ്മുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള നമ്മുടെ എല്ലാ വികാരങ്ങളും ഡെപ്പോസിറ്റായി കിടക്കുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ്. ഈ അൺകോൺഷ്യസ് മൈൻഡിൽ ഡെപ്പോസിറ്റായി കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അവിടെ നഷ്ടപ്പെടും. നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതുപോലെ നിങ്ങൾക്കൊരു മിസ്സിങ് ഉണ്ടായിട്ടുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ അത് റീകളക്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തോ ഒരു ആവശ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഹാപ്പിനെസ് ക്ലബ്ബിൽ എത്തിയിട്ടുള്ളത്. അതല്ലാണ്ട് നമുക്കിതെല്ലാം ഓക്കെയാണ്, നമ്മൾ ഒരിക്കലും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പോയിരുന്നു പഠിക്കില്ല. കാര്യം എന്താ? നമുക്ക് ആ പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട്. എന്നാൽ അതല്ലാണ്ട് ഒരു വിഷയത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തോ അവിടെ നമുക്ക് എന്തോ ഒരു കുറച്ചുകൂടെ അറിയാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആവും എന്നുള്ളൊരു തോന്നലുകൊണ്ട്. ഇതുപോലെയാണ് നമ്മുടെ മൈൻഡ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ അറിയാണ്ട് തന്നെ പല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. മീൻസ് സാറ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു. ഇപ്പോൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ശ്രദ്ധാലുവാണ്. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി, റോഡിൽ നേരെ നോക്കണമെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ കണ്ണ് നേരെ കുറച്ച് അടുത്തോട്ടാവും പോകില്ല. അവിടെ കുഴിയുണ്ടോ കല്ലുണ്ടോ നമുക്ക് വീഴോ ബുദ്ധിമുട്ട്, ആ ഒരു മൈൻഡിലായിരിക്കും. പക്ഷേ നമ്മളൊരു 2 മാസം വണ്ടി ഓടിച്ച് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ഒന്നും അറിയില്ല. പിന്നെ ഒരു ലോകത്ത് എങ്ങനെ അങ്ങോട്ട് പോവലാണ്. ചാവി കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ ചുറ്റുപാടിനെ ശ്രദ്ധിക്കാറേ ഇല്ല. എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നും രാവിലെ ഞാൻ എൻ്റെ ഓഫീസിൽ പോവും. ഒരു ദിവസം എനിക്ക് പോവേണ്ടത് വേറെ വഴിക്കായിരുന്നു. പക്ഷേ ആ ഒരു ഓർമ്മ ഇല്ലാണ്ട് ഞാൻ ഈ വഴിക്ക് തന്നെ പോയി. പകുതി എത്തിയപ്പോഴാണ് പഠിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ടല്ലല്ലോ പോവേണ്ടത് എന്ന് അവിടെ വർക്ക് ചെയ്തത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡാണ്. എന്നാൽ ആ സമയത്ത് എനിക്ക് വേണ്ടിയിരുന്നത് എൻ്റെ കോൺഷ്യസ് മൈൻഡാണ്.
ഈ ഒരു കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഒരു വ്യത്യാസം ഇതാണ്. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡ് എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒരുപാട് ഇമോഷൻസിനെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളെയും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇത് നമ്മൾ എന്തിലൊക്കെയാ ഹോൾഡ് ചെയ്യുന്നത്? ഹെൽത്ത് ബേസിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അച്ഛന് പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. സോ എനിക്കത് വരേണ്ട സാധ്യതയുണ്ട്, എനിക്കത് വരും എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ചു വെച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് എൻ്റെ കുടുംബത്തിലെല്ലാവരും കുറച്ച് തടിയുള്ളവരാണ്, അതുകൊണ്ടാണ് ഞാനും തടിയുള്ളത് എന്ന് ചിന്തിക്കും. ചിലരാണെങ്കിൽ മെലിഞ്ഞിരുന്നാൽ പറയാം, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും മെലിഞ്ഞിട്ടാണ്, എന്ത് കഴിച്ചാലും ഞാൻ തടിക്കൂല. ചിലർ വിചാരിക്കും ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും ഞാൻ തടിക്കും. വേറെ ചിലർ വിചാരിക്കുന്നത് ഞാൻ എന്ത് കഴിച്ചാലും എൻ്റെ ശരീരത്തിൽ പിടിക്കൂല. ഈ ചിന്തകള് നമ്മുടെ ഉള്ളില് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവും. യെസ്. ഈ ഈ ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഈ ചിന്തകൾ ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് മോചനം കിട്ടൂല. അതായത് നമ്മൾ അറിയാണ്ട് നമ്മുടെ കാലിൽ നമ്മളൊരു ചങ്ങലയിട്ട് നമ്മളൊരു റൂമിൽ നമ്മളെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. ആ ബന്ധനത്തിൽ നിന്നുകൊണ്ട് എനിക്കിന്ന് ലോകം കാണണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയോ? കഴിയില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തന്നെ നമ്മുടെ കാലിൽ ബന്ധിച്ചിട്ടുള്ള ആ ചങ്ങല നമ്മൾ പൊട്ടിച്ചെടുക്കണം. ആ ഒരു പൊട്ടിക്കൽ നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ അപ്പം മുതൽ നമ്മുടെ അൺഹെൽത്തി സിറ്റുവേഷനിൽ നിന്നും ഹെൽത്തി സിറ്റുവേഷനിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ് പല ആൾക്കാരും ഒരുപാട് വലിയ വലിയ അസുഖങ്ങളിൽ പെട്ടുപോയിട്ടും അവർ റിക്കവറായി വരുന്നത്. എന്നാൽ ഈ ചിന്തകളിൽ പെട്ടുപോകുന്നവരാണ് വീണെടുത്ത് തന്നെ കിടന്ന് നീന്തി അവിടെ തന്നെ അവരങ്ങനെ ഒടുങ്ങി തീർന്നു പോകുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സ്ഥിരം നിരന്തരം എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അസുഖം ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കും വരാൻ ചാൻസ് ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾ ആ രോഗത്തിനെ വിളിച്ചു വരുത്തുന്നതാണോ അല്ലേ? നമ്മൾ അതിനെ വിളിക്കണേ, ഹലോ എൻ്റെ വീട്ടിൽ ക്യാൻസർ ഉണ്ടായിരുന്നു കേട്ടോ, അവിടെ നിൽക്കരുത്, പോര് പോര്. കാരണം ഇത് പാരമ്പര്യമാണ്. ഈ ഒരു പാരമ്പര്യം നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്. നമ്മുടെ വീട്ടിലുള്ളവര് കഴിച്ചിരുന്ന അതേ ഫുഡ് ഹാബിറ്റും അതേ ചോയ്സും നമുക്കാണെങ്കിൽ, മീൻസ് നമ്മൾ ഒരുപാട് ചോറ് കഴിക്കുന്ന ഒരു വീട്ടിലുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് വരുമ്പോൾ അവർക്ക് ഷുഗർ ഉണ്ടായെങ്കിൽ നമുക്കും ഉണ്ടാവാം. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ അവിടെ നമ്മളെ ചേഞ്ച് ചെയ്യണം. കാരണം എൻ്റെ വീട്ടിൽ ആർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ ഹെൽത്ത് ഞാൻ ബെറ്റർ ആക്കി വെക്കുമെന്ന് ഒരു ദൃഢനിശ്ചയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേബി സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു അന്ധവിശ്വാസത്തിൽ നിന്ന് മാറി വരാൻ സാധിക്കും. ഇപ്പോ കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ രോഗങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചു വെക്കുന്നു. ഇതേ ആൾക്കാര് രണ്ടുപേര് ഗൾഫിൽ പോയി, രണ്ടുപേര് അമേരിക്കയിൽ പോയി, ബാക്കിയുള്ള രണ്ടോ മൂന്നോ പേര് നാട്ടിലുണ്ട് എങ്കിൽ ഈ രോഗം കൂടുതൽ ബാധിക്കുന്ന ആരെയായിരിക്കാം? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റ് സ്ഥലങ്ങളിലുള്ളവരുടെ അവരുടെ ഫുഡ് ഹാബിറ്റും അവരുടെ ലൈഫ് സ്റ്റൈലും അവിടെ ചേഞ്ച് ആയി. അവർ അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും എന്നുള്ളതല്ല കേട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഏട്ടിലെ പശുവിനെ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മൾ ഇവിടെ തന്നെ ഇട്ട് കറക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ചിന്തിച്ച് ചിന്തിച്ച് ഉണ്ടാക്കി എടുക്കുന്ന സാധനങ്ങൾ നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് പോലെയാണ് ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ നമ്മുടെ പല ഹാബിറ്റുകളും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പക്ഷെ ഹെൽത്തിന്റെ കാര്യത്തിലും ഈ ഒരു സാധനം നമുക്കുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് ഇത് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന നിങ്ങളെന്നല്ല, ഒരു 5 വർഷം പുറകോട്ട് പോകാൻ പറ്റും ഏറ്റവും കുറഞ്ഞത്. നിങ്ങളുടെ സ്കിന്നിന്റെ ഇതിലായാലും, നിങ്ങളുടെ ഹെൽത്തിന്റെ അവസ്ഥയിലായാലും, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന്റെ അവസ്ഥയിലായാലും, നിങ്ങളുടെ എനർജിയുടെ അവസ്ഥയിലായാലും നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും, തിരിച്ചു പോകാൻ പറ്റും. കാരണം നമ്മൾ 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 ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും, അതുപോലെ തന്നെ അഫർമേഷൻസ് എഴുതും. ഇതൊക്കെ എഴുതുന്ന സമയത്ത് എഴുതുന്നത് കൈകൊണ്ടാണെങ്കിലും നിങ്ങൾ മെന്റലി അത് ഫീൽ ചെയ്യാറില്ല എങ്കിൽ അത് ജസ്റ്റ് എക്സസൈസ് മാത്രമാണ്.
ഐ ആം ഹെൽത്തി എന്ന് നമ്മൾ എഴുതി വെച്ചിട്ട് അയ്യോ എനിക്ക് വയ്യ, ഓ ഭയങ്കര ക്ഷീണം, എന്നെ കൊണ്ടാവൂല. എങ്ങനെ നിങ്ങൾ ആ ഹെൽത്തി ഫീൽ ചെയ്യും? നമ്മൾ എന്താണോ എഴുതുന്നത്, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, അത് നമ്മൾ ഫീൽ ചെയ്തിട്ട് ചെയ്യണം. ഫീൽ ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു സംഭവം കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഒരു ഭക്ഷണത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ബിരിയാണി തന്നെ പറയാം. ആ ബിരിയാണി ഇങ്ങനെ തുറക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു മണം വരും, ആ മസാലയുടെ ഒക്കെ മണം. അതിങ്ങനെ തൊടുമ്പോൾ ആ അരിയുടെ ഒരു സോഫ്റ്റ്നെസ് ഭയങ്കര രസമാണ്. എന്നിട്ട് ആ മസാല ഇങ്ങനെ കുഴച്ച് നാവിലേക്ക് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളത് ഫീൽ ചെയ്യോ ഇല്ലേ? ആര് പറഞ്ഞാലും നമ്മൾ ഫീൽ ചെയ്യും. ഇനി ഒരു നാരങ്ങയുടെ മണമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ നാരങ്ങയുടെ സ്മെല്ല് നന്നായിട്ട് ഫീൽ ചെയ്യും, അതിന്റെ പുളിപ്പ് വായിൽ അനുഭവപ്പെടും. ആ ഒരു ഫീലിംഗ് നമ്മൾ എന്താണോ എഴുതുന്നത് അവിടെയും ഫീൽ ചെയ്യണം. അവിടെ ഫീൽ ചെയ്യുമ്പോഴാണ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ന്യൂറോ കെമിക്കൽ നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഇത് വർക്ക് ചെയ്താലല്ലേ നമുക്ക് അവിടെ ഒരു പുതിയ ന്യൂറോ പാത്വേ സെറ്റ് ആവുള്ളൂ. ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്ത് ചെയ്യുക. ഫീൽ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മൾ എഴുതുന്ന ആ ഒരു തലത്തിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഈ പറയുന്ന എല്ലാ വികാരങ്ങളും നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. നമുക്കൊരാളോട് നിരന്തരം ദേഷ്യം ഉണ്ടെങ്കിൽ, ഈ ദേഷ്യം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഉറപ്പായിട്ടും നമുക്ക് ആരോഗ്യം തരുന്നതായിരിക്കില്ല. ആരോഗ്യം തരുന്നതാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ഇല്ല. ഉപ്പ് എന്ന് ഉപ്പ് ഇട്ടോണ്ടേയിരിക്കും, പക്ഷെ ചായക്ക് നല്ല മധുരം ഉണ്ടാവും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? നടക്കൂല. കാരണം നമ്മൾ ചിന്തിച്ച്, നമ്മൾ ചിന്തിക്കുന്ന ഓരോ സമയത്തും നമുക്കവിടെ പുതിയ പുതിയ സെൽസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എവറി സെക്കൻഡ്സ് നമുക്ക് പുതിയ സെല്ല് ഉണ്ടാവും, അതുപോലെ തന്നെ ആ സെൽസ് ഡെഡ് ആവുകയും ചെയ്യും. അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതിനനുസരിച്ച് അതൊരു ന്യൂറോ പാത്വേ ആയിട്ട് സെറ്റ് ആവുകയും ചെയ്യും. അപ്പൊ നമ്മൾ നമ്മുടെ വികാരങ്ങളെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, ഏറ്റവും സന്തോഷമുള്ള രീതിയിൽ നമ്മൾ നിർബന്ധ ബുദ്ധിയാ ക്രിയേറ്റ് ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുള്ളൂ, രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ. നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യവും കുശുമ്പും അസൂയയും വെച്ചുകൊണ്ടിരുന്ന ഉറപ്പായിട്ട് നമ്മുടെ ഹെൽത്ത് വീക്കാവും. കാരണം നമ്മൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരിക്കലും നല്ല ഹോർമോൺസ് അല്ല. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കും. അത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് പ്രതിഫലിപ്പിക്കും. ഇപ്പോൾ ഭയങ്കര ദേഷ്യവും ഇറിറ്റേഷനുള്ള ഒരാളിൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ എന്താ ഫീൽ ചെയ്യുക? അയാളൊരു ചൂടനാണെന്ന് തോന്നും, അയാൾ മുഖം കാണുമ്പോൾ തന്നെ പേടി വരുമെന്ന് തോന്നും, ഇല്ലേ? എന്നാൽ എല്ലാവരെ കാണുമ്പോഴും നല്ല ചിരിച്ച് സന്തോഷത്തോടെ ഉള്ളിൽ നമുക്ക് എന്ത് ഫീൽ ഉണ്ടെങ്കിലും പുറമേ നമ്മളൊരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, മീൻസ് നമ്മുടെ ഫേസ് കാണുമ്പോൾ നല്ല ചിരിക്കുന്ന ഒരു ഫേസാണ്. അങ്ങനെയുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർക്കും കൂടെ ഒന്ന് കൂളാവും. ആ സമയത്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാപ്പി ഹോർമോൺസ് ആണ്. ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവുമ്പോൾ ചിലർ പറയും, ഞാൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് എനിക്ക് എൻ്റെ ഹെൽത്ത് ബെറ്റർ ആവുന്നതെന്ന്. മീൻസ് അവരവിടെ സ്പ്രെഡ് ചെയ്യുന്ന അവരുടെ സ്നേഹം, അവരുടെ സന്തോഷം, അവരുടെ ചാരിറ്റി, ഈ സാധനങ്ങളെല്ലാം സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അവരിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ആണ്. ആ സമയത്ത് അവരുടെ ബോഡിയിൽ എത്ര തന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവർക്ക് അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള എനർജി ഉണ്ടാവും. ആ എനർജിയാണ് നമ്മുടെ ഫിസിക്കൽ പവർ. നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ പവർ. എന്നാൽ നമുക്ക് ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പവർ നമുക്ക് ഉണ്ടാവുമോ? ആ ദേഷ്യം വരുന്ന സമയത്ത് നമ്മളിങ്ങനെ സട്ടകുടഞ്ഞ് എണീറ്റ് ഭയങ്കര ഇതായിട്ട് ഷൗട്ട് ചെയ്യും. പക്ഷെ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ തളർന്നു പോകും. നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ തളർന്നു പോകും. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവും. ഇപ്പൊ നമ്മൾ സ്വപ്നം കാണുകയാണെന്ന് വിചാരിക്കും. നമ്മൾ കാണുന്ന സ്വപ്നം നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു സ്വപ്നം ആണെങ്കിൽ, അത് ഉണരുന്ന സമയത്തുള്ള നമ്മുടെ ബോഡിയുടെയും നമ്മുടെ മൈൻഡിന്റെയും ആ ഒരു ഫീൽ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെയുള്ള സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, എന്തൊക്കെയോ അന്നത്തെ ദിവസം നേടിയതുപോലുള്ള ഒരു ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക, ഇല്ലേ? ശരിയല്ലേ? എന്നാൽ നമ്മളൊരു പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടാലോ?
പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി ഉണരുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ശരീരം അങ്ങോട്ട് ഹീറ്റാവും. അന്നത്തെ ദിവസം പിന്നെ ഒന്നും ചെയ്യാൻ തോന്നാത്ത രീതിയിൽ നമ്മൾ മെന്റലി ആൻഡ് ഫിസിക്കലി തളർന്നു പോകും. ഇതിനെ നമ്മൾ ബെറ്റർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പിരിച്വലി കുറച്ചും കൂടെ ഉയർന്നു വരണം എന്ന് ചിന്തിക്കാൻ കാരണം എന്താ, നമ്മൾ സ്പിരിച്വലി ഉയർന്നു വരിക എന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നാനും നമ്മുടെ മെന്റൽ പവർ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനും കൂടുതൽ നമുക്ക് ചുറ്റുമുള്ളവരെയും നമ്മുടെ പ്രകൃതിയെയും നമ്മളെ തന്നെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന തലത്തിലോട്ട് നമ്മൾ മാറും. അത് നിങ്ങളിൽ പലരും നിങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. ഞാൻ ഒരുപാട് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ജീവിതത്തിൽ കടന്നു വന്ന പല സിറ്റുവേഷനിലും എന്നെ ഹർട്ട് ചെയ്തിട്ടുള്ള, എന്നെ വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരോടുള്ള ദേഷ്യവും പകയും വിദ്വേഷവും വെറുപ്പും ഞാൻ എൻ്റെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഡെപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് എൻ്റെ ഹെൽത്ത് ബെറ്റർ ആക്കാനേ കഴിയില്ല. പക്ഷെ ഈ തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് എൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നില്ല എന്നതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ഉമ്മാന്റെ ആരോഗ്യം മെച്ചമായിരുന്നില്ല. കാരണം എനിക്ക് അറിവ് വെച്ച കാലം മുതൽ എന്നും അസുഖങ്ങളായിരുന്നു. സോ എനിക്ക് ആ പാരമ്പര്യമാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു എൻ്റെ 35-ാം വയസ്സ് വരെ. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറുതായിട്ട് ഭക്ഷണ രീതി ചേഞ്ച് ചെയ്യാൻ പഠിച്ചു. ഭക്ഷണ രീതി ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ബെറ്ററായി. പക്ഷേ എനിക്ക് അതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ബെറ്റർ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ മൈൻഡിനെ കുറിച്ച് പഠിച്ചു, നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ കുറിച്ച് പഠിച്ചു, നമ്മൾ ഡെപ്പോസിറ്റ് ആക്കി വെക്കുന്ന വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു. പഠിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഇതിനെല്ലാം എടുത്ത് കളയലാണ്. അതെടുത്ത് കളഞ്ഞപ്പോഴാണ് എനിക്ക് എന്നെ തിരിച്ചു കിട്ടിയത്. എനിക്ക് എന്നെ തിരിച്ചു കിട്ടിയപ്പോൾ എൻ്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മാനെ കിട്ടി, എൻ്റെ കെട്ടിയവനക്ക് നല്ലൊരു ഭാര്യനെ കിട്ടി, എൻ്റെ സഹപ്രവർത്തകർക്ക് നല്ലൊരു സഹപ്രവർത്തകയെ കിട്ടി, എൻ്റെ അയൽവാസിക്ക് നല്ലൊരു അയൽവാസിയെ കിട്ടി. എല്ലാവരിലോട്ടും ആ ഒരു ലവ് എനിക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ ഇതിനു മുമ്പ് കഴിയാറുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഓഫീസിലോട്ട്, എൻ്റെ സെന്ററിലോട്ട് പോകുമ്പോൾ ഇപ്പോഴാണ് അവർ പറയുന്നത് കേട്ടോ. ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ സംസാരിക്കുന്നിട്ട് ടീച്ചർ ആദ്യം നിങ്ങളെ കാണുമ്പോൾ ഒരു പേടിയായിരുന്നു കേട്ടോ എന്ന് പറയും. നിങ്ങൾ എപ്പോഴും ഒരു ഗൗരവമായിരുന്നു എന്ന് പറയും. പക്ഷേ അപ്പൊ ഞാൻ ഇപ്പോഴോ ഇപ്പൊ നിങ്ങളെ കണ്ട ഒരു ഗൗരവവും ഇല്ല എന്ന് പറയും. അവിടെ നമുക്ക് അവർ തരുന്ന റെസ്പെക്റ്റ് കുറയല്ല, നമ്മളും അവരും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിന് ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. നമ്മളെ കാണുമ്പം അവർക്കൊരു സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ദാനം അതാണ്. എല്ലാ ദിവസവും എല്ലാവർക്കും നമുക്കിങ്ങനെ പൈസ എടുത്ത് കൊടുക്കാൻ പറ്റില്ല, ഒരു പരിധിയുണ്ട്. ഇപ്പൊ നമ്മൾ അന്നം പുണ്യം കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരാളിനായിരിക്കും ചോറുപൊതി കൊടുക്കുന്നത്, അല്ലെങ്കിൽ 2 പേർക്കായിരിക്കും, 10 പേർക്കായിരിക്കും. 10 പേരിൽ 10 പൊതിയിലധികം കൊടുക്കുന്നവരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇവിടെ. ഓക്കെ, 100 പൊതിയിലധികം എന്തായാലും ഇവിടെ ഒരാൾ കൊടുക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഇമോഷൻസ്, ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് കൊടുക്കുന്നതിന് ലിമിറ്റ് ഉണ്ടോ? അത് 1000 പേരാണ് നമുക്ക് ചുറ്റും ഒരു ദിവസം ഉണ്ടെങ്കിൽ 1000 പേരിലോട്ട് സ്പ്രെഡ് ചെയ്യാം, ആർക്കും കുറവില്ലാത്ത രീതിയിൽ. ഇതിന് നമ്മുടെ മുന്നിൽ 1,00,000 ആൾക്കാരാണ് ഉള്ളതെങ്കിൽ പോലും നമുക്ക് അവരിലോട്ട് നമ്മുടെ ആ ഇമോഷൻസ്, നമ്മുടെ ഹാപ്പിനെസ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ കഴിയും. അതാണ് നമ്മുടെ ഇമോഷനും നമ്മുടെ ഫിസിക്കൽ പവറും തമ്മിലുള്ള ഒരു ബന്ധം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ പറഞ്ഞു വന്നതിന്റെ ബാക്കി തന്നെയാണ്, നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഇത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിനെയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രോഗ്രാമിനെയൊക്കെ ബാധിക്കുമെന്ന് പറഞ്ഞു. ഇത് നമുക്ക് മെയിനായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും. വെയിറ്റ് ഗെയിൻ എന്നതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അണ്ടർ വെയിറ്റിലോട്ട് പോകാനും കാരണം 2 രീതിയിൽ നമുക്കിത് ബാധിക്കും. കാരണം നമ്മുടെ ഇമോഷൻസ് ചേഞ്ച് ആവുമ്പോൾ അതിൽ ട്രിഗറായിട്ട് നമുക്ക് ചിലർക്ക് വിശപ്പ് ഭയങ്കരമായിട്ടുണ്ടാവും. വിശപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഒരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് വിചാരിക്കും. ഇത് നമുക്ക് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുക. ഇപ്പോൾ
എക്സസ് വെയിറ്റ് ഉള്ളവരൊക്കെ ഒന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയാണ് നിങ്ങൾക്ക് ഒരു പാളിച്ച വരുന്നത് എന്ന്. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ മൈൻഡും ബോഡിയും തമ്മിലുള്ള ആ ഒരു കണക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് ട്രിഗർ ആവുന്നത് എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അവിടെ മാറ്റം വരുത്താൻ പറ്റും. എക്സസ് വെയിറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് ദേഷ്യം വരുന്ന സമയത്തും സങ്കടം വരുന്ന സമയത്തും ആ ഇമോഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കഴിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം വർദ്ധിക്കുകയും ചെയ്യും. നമുക്ക് അത് എക്സസ് വെയിറ്റിന് കാരണമാവുകയും ചെയ്യും. ഇതിന് നമ്മൾ വൈകാരികമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ബ്രെയിനും നമ്മുടെ ഗട്ടും തമ്മിൽ ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. കാരണം നമ്മുടെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്, ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ഉണ്ട് ടോട്ടൽ ബോഡിയിൽ നോക്കുകയാണെങ്കിൽ. ഇത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർമ്മശക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആശയ സംവേദനം നടത്താൻ വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഈ ഈ ഒരു സംവേദനം നടക്കുന്ന സമയത്ത്, മീൻസ് നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ ചിന്തിക്കുക ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്നത് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആണ് എങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് വരുന്ന ദേഷ്യത്തിനെയും നമുക്ക് വരുന്ന സങ്കടത്തിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളൊരു ഹാബിറ്റിലോട്ട് പോകും. എക്സസ് വെയിറ്റ് ഉള്ളവരിൽ വെച്ചിട്ട് ഒരു സർവേ നടത്തിയ സമയത്ത് ഈ പറഞ്ഞ 98% ആൾക്കാർക്കും ഇങ്ങനെയായിരുന്നു. ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം, സങ്കടം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം, സന്തോഷം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തെങ്കിലും കഴിക്കണം. മധുരം ഇല്ലാണ്ട് എന്ത് സന്തോഷം അല്ലേ? ഇനി ഇപ്പോ എക്സസ് വെയിറ്റ് ഉള്ള വേറൊരാളെ സംബന്ധിച്ചിട്ട് ഒന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ഒന്ന് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്ത് നോക്കൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കഴിച്ചാലും വെയിറ്റ് ഉണ്ടാവൂല എന്നുള്ളവര്, ഒന്ന് അവരുടെ ബോഡിയിൽ കറക്റ്റ് ആയിട്ടുള്ള വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. കാരണം കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് അബ്സോർവ് ചെയ്യാതിരിക്കാം. അവർക്കും ഇതേപോലെ ഒരു ട്രിഗർ ഉണ്ടാവും, എന്തിനോടെങ്കിലും ഒരു ട്രിഗർ ഉണ്ടാവും, ഇല്ലേ? ഇതൊന്നും ഇല്ലാണ്ട് ചിലർക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുണ്ടാവും. അത് പിന്നെയും കുഴപ്പമില്ല കേട്ടോ, വല്ലാണ്ടൊന്നും ആരും ബാധിക്കില്ല, ഒരു മന്ദത വരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ ട്രിഗർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെ ഒരുപാട് ബാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമുക്ക് സാറ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, നമ്മുടെ ന്യൂറോ പാത്വേ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഏകദേശം 86 ബില്യൺസ് ന്യൂറോൺസ് ഉണ്ട്. നമ്മൾ എൻ്റെ തലയിൽ എന്താ കളിമണ്ണല്ലേ എന്ന് തമാശയ്ക്കായാലും നമ്മൾ പറയും അല്ലേ? പക്ഷേ നമ്മുടെ തലയിൽ എന്തൊക്കെ ഉണ്ട് എന്നറിയോ? ഈ പിക്ചറിൽ കാണുന്ന പോലെ കുറേ ലൈറ്റുകൾ ഇങ്ങനെ മിന്നി 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 പോലെ, തലയ്ക്കൊരു അടി കിട്ടിയാലൊക്കെ ഇതേപോലെ കുറേ ലൈറ്റുകൾ നമുക്ക് മിന്നാറുണ്ട്. അതല്ലാണ്ട് തന്നെ എവറി സെക്കൻഡ്സ് നമ്മുടെ ബോഡിയിൽ പുതിയ പുതിയ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സെൽസ് അതുപോലെ തന്നെ ഡെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊരു കണക്കുണ്ട്. കാരണം എല്ലാവരുടെയും ശരീരത്തിൽ, എല്ലാ പ്രായത്തിലും ഉള്ളവരുടെ ശരീരത്തിൽ ഒരേ അളവിലല്ല സെൽസ് ഉണ്ടാവുന്നതും സെൽസ് ഡെഡ് ആവുന്നതും. അത് 2-3 തരത്തിലാണ്. ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് ഒരു കുട്ടിയുടെ ശരീരത്തിൽ 1.5 ലക്ഷത്തോളം സെൽസ് ഉണ്ടാവുന്ന സമയത്ത് 1 ലക്ഷത്തോളം സെൽസാണ് ഡെഡ് ആവുക. ഇതിലെന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഡോക്ടർ അങ്കിള് കറക്ഷൻ ചെയ്തു തരും കേട്ടോ. ഇത് ഞാൻ പഠിച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള നോട്ടാണ്. ഓക്കെ, കുട്ടിയുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 1.5 ലക്ഷത്തോളം സെൽസ് ഉണ്ടാവുന്ന സമയത്ത് 1 ലക്ഷത്തോളം സെൽസ് ഡെഡ് ആവും. എന്നാൽ ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിട്ട് 1 ലക്ഷം സെൽസ് ഉണ്ടാവുമ്പോൾ 1 ലക്ഷം സെൽസ് ഡെഡ് ആവും. എന്നാൽ ഒരു മധ്യവയസ്കരെ സംബന്ധിച്ചിട്ട് 1 ലക്ഷം സെൽസ് ഉണ്ടാവുമ്പോൾ 1.5 ലക്ഷം സെൽസ് ഡെഡ് ആവും. സോ ഏറ്റവും കൂടുതൽ മെമ്മറി കപ്പാസിറ്റി ഉള്ളത് കുട്ടികൾക്കും മിഡിലുള്ള ആൾക്കാർക്ക് വരും പോവും. ഇതാണ് ഒരു അവസ്ഥ, അറിയാലോ. അവർക്ക് ഒന്നും ഓവറായിട്ട് അവർ ഹോൾഡ് ചെയ്ത് വെക്കാറില്ല. ഈ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികളാണ്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം കൂടുതലായിട്ട് മെമ്മറിയിലുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ലൈഫിന് നിങ്ങളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ള, മീൻസ് ഒരു 20 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 30 വയസ്സിനിടയിലുള്ള എല്ലാ കാര്യമൊന്നും നിങ്ങൾക്ക് വല്ലാണ്ട് ഓർമ്മയുണ്ടാവില്ല. എന്നാൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുഞ്ഞു കുഞ്ഞു വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും.
കാരണം നമ്മുടെ മെമ്മറിയിൽ ആ സമയത്ത് ഫീഡായിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് അത് ഡെപ്പോസിറ്റായി നിൽക്കും. എന്നാൽ മധ്യവയസ്കര് അവരെ സംബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ മറന്നുപോകും. ഈ ഒരു സെൽസിന്റെ കുറവ് വളരെ കൂടുതൽ ഉണ്ടാകുമ്പോഴായിരിക്കാം ആൽഷിമേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. എന്തായാലും എവറി സെക്കൻഡ്സ് നമ്മുടെ ബോഡിയിൽ സെൽസ് ഉണ്ടാവുന്നുണ്ട്, അത് ഡെഡ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഉണ്ടാവുന്ന സെൽസിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കത് ന്യൂറോ പാത്വേ ആയിട്ട് സെറ്റ് ആവുന്നത്. നമുക്ക് 41 ദിവസത്തെ മണ്ഡലകാലം സാറ് പറഞ്ഞു അല്ലേ, ഒരു ക്ലാസ് 41 ദിവസം വെക്കുമ്പോഴാണ് നിങ്ങളെ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയെന്ന്. പക്ഷെ 41 ദിവസം കൊണ്ട് നമ്മളെല്ലാവരും നന്നായിട്ടുണ്ടോ? ഞാനൊന്നും ഇല്ല. അപ്പോൾ അല്ലെങ്കിൽ അത്രയും നമ്മൾ ഡെഡിക്കേറ്റ് ആവണം. അത് പിന്നെയും സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 90 ദിവസം വേണം. കാരണം ആദ്യത്തെ 10 ദിവസം നമ്മൾ ഒരുവിധം കടിച്ചു പിടിച്ച് മുന്തി തള്ളി മുന്നോട്ട് കൊണ്ടുപോകും. ഈ 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പലരും പല കാര്യങ്ങളും അവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നാൽ അതിൽ നിന്നും വീണ്ടും നമ്മൾ ഒന്നുകൂടെ പിടിച്ചെടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു 30 ദിവസം വരെ എത്തും. 30 ദിവസം കഴിയുമ്പോൾ അയ്യോ മതി ഇനിയിപ്പോൾ ആവൂലെന്ന് വെച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും അവിടെ ഡ്രോപ്പ് ചെയ്യും. അത് എന്തൊക്കെ കാര്യമെന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കുക. പിന്നെ അവിടെ നിന്നും ഇങ്ങനെ വലിച്ചെടുത്ത് നമ്മൾ തള്ളി ഉന്തി കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതൊരു 41 ദിവസം വരെയൊക്കെ സെറ്റ് ആകുമ്പോൾ ഒരു ചെറിയ ന്യൂറോ പാത്വേ അവിടെ സെറ്റ് ആവും. ആ ന്യൂറോ പാത്വേയിലൂടെ നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആവും, ഹാബിറ്റ് ആവും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആവും, നമുക്കത് ഫിക്സ് ആവും. എന്നാൽ അവിടെ നമ്മൾ പിടിച്ച് കെട്ടിവെച്ച് നമ്മളെ എന്താ പറയാ, നമ്മളെ പുഷ് ചെയ്യാനും നമ്മുടെ പുള്ളി ചെയ്യാനും ഒരാളെ നമ്മളെ കൂടെ നിർത്തിയിട്ട് നമ്മൾ ആ ജേർണി 90 ഡേയ്സ് കണ്ടിന്യൂ ചെയ്താൽ ഈ 90 ഡേയ്സിന് മുമ്പ് നമുക്കില്ലാതിരുന്ന പല ഹാബിറ്റുകളും നമ്മുടെ ലൈഫിൽ വന്നു ചേരും. അത് നമ്മുടെ 90 ഡേയ്സ് ചലഞ്ച് എടുത്തിട്ടുള്ളവർക്ക് ഫീൽ ചെയ്യും. ആ 90 ഡേയ്സ് ചലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ഹാബിറ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഈ രീതിയിൽ ന്യൂറോ പാത്വേ സെറ്റ് നമ്മുടെ ഹാബിറ്റുകൾ നമുക്ക് ചെറുപ്പത്തിൽ നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ചില ഹാബിറ്റിനെ കുറിച്ച് മീൻസ് ഇപ്പോഴും സ്വീറ്റ് കിട്ടുമ്പോൾ സന്തോഷം വരാത്ത ആരെങ്കിലും ഉണ്ടോ? മധുരം കിട്ടുമ്പോൾ എല്ലാവർക്കും ഹാപ്പി വരും. കാരണം എന്താ, നമ്മുടെ ചെറുപ്പം മുതലേ നമുക്ക് സന്തോഷമുള്ള സമയത്തെല്ലാം നമുക്ക് മധുരം തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് നമുക്ക് ഭക്ഷണം തരുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു മധുരമാണ്, അമ്മിഞ്ഞപ്പാല്. ആ ഒരു മഞ്ഞ പാലിന് നല്ല സ്വീറ്റ് ആണെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല കേട്ടോ. ഇപ്പൊ എന്തായാലും നമുക്ക് കയ്പല്ല തന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് നുണഞ്ഞ് 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 ഹാപ്പി ആയിട്ട് കുട്ടികൾ കുടിക്കുന്നത്. ഇത് നമ്മുടെ ഓരോ മൊമെന്റ്സിലും നമുക്ക് സന്തോഷം വരുന്ന സമയത്തെല്ലാം നമ്മൾ മധുരമാണ് പ്രിഫർ ചെയ്യാറ്. കേക്ക് ആവട്ടെ, പായസം ആവട്ടെ, മിഠായി ആവട്ടെ, എന്ത് തന്നെ ആയാലും. അത് നമുക്ക് ഇമോഷണലി ട്രിഗർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡിലോട്ട് പോവാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് ടച്ച് ചെയ്ത് പോയ വിഷയമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്നൊക്കെ നമുക്ക് ചേഞ്ച് ആവണമെന്നെങ്കിൽ എല്ലാവർക്കും ഒരു ഡോസ് വേണം. ഈ ഡോസിനെ കുറിച്ച് ഇവിടെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഇനിയിപ്പോൾ ഡോസിന് ഞാൻ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഡോസാണ്, സാർ എപ്പോഴും പറയാറുള്ളൊരു ഡോസാണ് നമ്മുടെ ഹോർമോൺസ്, ഹാപ്പി ഹോർമോൺസ്. ഹാപ്പി ഹോർമോൺസ് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ സ്ട്രെസ്സിനെയും നമ്മുടെ ഇമോഷൻസിനെയും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓരോ ഹോർമോൺസും ഡോപ്പമിൻ, ഓക്സിറ്റോക്സിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഈ ഓരോ ഹോർമോണും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തു നിന്നാണ്. ഇപ്പൊ ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ബ്രെയിനിൽ നിന്നാണ്. ഡോപ്പമിൻ ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സാറ് പറഞ്ഞു തന്നിരും. പിന്നീട് ചിലപ്പോൾ നമ്മൾ അലക്ഷ്യമായിട്ട് വിട്ടിട്ടുള്ളൊരു വിഷയമായിരിക്കാം വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ചിരിവടിയുടെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ ക്യാൻസർ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കീമോ ചെയ്യുന്ന പോലെയാണ്. കാരണം നമ്മുടെ ബോഡിയിൽ വരുന്ന നെഗറ്റീവ് തോട്ടിനെയും നെഗറ്റീവ് ഇമ്പാക്റ്റിനെയും നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റായി നമ്മൾ ഇടുന്ന ആ എല്ലാ ഫീലിങ്സിനെയും നമുക്ക് എടുത്തു കളയാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ ചിരിവടി. ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാറുള്ള ഒരു സാധനമാണ്. അതിപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ജോലിക്ക് പോണവർക്കായാലും വീട്ടമ്മമാർക്കായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടോ? കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റ് ആണ്.
നമ്മൾ കുറച്ച് ദിവസം ഈ വടി വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് പോകുന്ന മെസ്സേജ് എന്താ? ഷോ അവള് ഭയങ്കര ഹാപ്പി ആട്ടോ. ഈ ഹാപ്പി ആയിട്ടൊന്ന് ബ്രെയിനിന് തോന്നിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഡോപ്പമിൻ ഹോർമോൺ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അപ്പൊ ഈ കാര്യം നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് വിടരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ എല്ലാ സമയത്തും ഈ ഡോപ്പമിൻ ഹോർമോൺ അതേപോലെ ബാക്കിയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ബോഡിയിൽ. അത് അതിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ഹെൽത്തിനെ അത് ബാധിക്കും. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് മനഃപൂർവ്വമായി തന്നെ നമ്മളത് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഹെൽത്ത് നമുക്ക് ബെറ്റർ ആക്കി വെക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പേടി ഉണ്ടാവുമ്പോൾ നിങ്ങൾ ചിരിയടി വെക്കുക, നിങ്ങൾ സങ്കടം ഉണ്ടാവുമ്പോൾ ചിരിയടി വെക്കുക. അങ്ങനെ ജസ്റ്റ് ഇമോഷൻസിനെ മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാനല്ല, ടോട്ടൽ നമ്മളെ ലൈഫിനെ നമുക്ക് ഈ ചിരിവടി കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓരോ ഹോർമോൺസും അതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. ഇപ്പൊ ഡോപ്പമിൻ ഹോർമോണിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ആ ഡോപ്പമിൻ ഹോർമോൺ കുറവുള്ളവർക്ക് പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കണമെന്ന് പറയും. കാരണം ആ സമയത്ത് അവർ കഴിക്കുന്നതിൽ കൂടുതലും ഷുഗർ കണ്ടന്റ് ഉള്ള ഒരു ഭക്ഷണമായിരിക്കും. ക്രേവിംഗ് ടെൻഡൻസി വരുന്ന സമയത്ത് ഷുഗർ കൂടുതൽ കിട്ടുന്ന രീതിയിൽ, മീൻസ് ഷുഗർ കിട്ടാൻ വേണ്ടി പഞ്ചസാരയോ ചോക്ലേറ്റോ കഴിക്കുന്ന നല്ല ചോറ് കഴിച്ചാൽ മതി. ഞാൻ ഏതോ ഒരു ഡോക്ടർ പറയുന്ന കേട്ടോ, വേവിക്കുന്ന പഞ്ചസാര എന്ന് ചോറിന്. കാരണം നമുക്ക് ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഷുഗർ കണ്ടന്റ് കൂടും. ഇത് ഷുഗറായിട്ട് കൺവെർട്ട് ചെയ്ത് പിന്നീട് ഫാറ്റായിട്ട് ബോഡിയിൽ ഡെപ്പോസിറ്റ് ആവും. അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. അങ്ങനെ നമ്മുടെ ബോഡിയിലെ കാർബിന്റെ അളവ് കൂടുതലാവുന്ന സമയത്ത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് മോശമാവുകയും ചെയ്യും. നമ്മുടെ ഈ പറഞ്ഞ പല രീതിയിൽ നമ്മളെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സന്തോഷം കുറവുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിരിവടിയും യൂസ് ചെയ്യുക, കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും കൂടെ കഴിക്കുക. അപ്പോൾ നമുക്ക് ഹെൽത്ത് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. ഇതിൽ ചിലപ്പോൾ പലതും പാളിച്ചകൾ ഉണ്ടാവും കേട്ടോ, ഐ ഡോണ്ട് നോ. പക്ഷേ എന്നാൽ ഇതിൽ എവിടെയൊക്കെയോ കറക്റ്റ് ഉണ്ട്. നമുക്ക് ഓരോ ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ആക്ടിവിറ്റികളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമ്മുടെ ഹോർമോൺസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയും. ഇപ്പോൾ നമുക്ക് ഡോപ്പമിൻ ഹോർമോൺ കുറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്താ? ഡിപ്രഷൻ ഉണ്ടാവും. എന്നാലും നമുക്കത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യല്? നമുക്ക് ആരെങ്കിലും നമ്മളെ നന്നായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് വിട്ടുവരും. ശരിയല്ലേ? ആരെങ്കിലും എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാവും. ആരും ആശ്വസിപ്പിക്കുക ഇല്ലെങ്കിൽ അപ്പം തന്നെ ഒരു ചിരിവടി എടുക്കുക, കടിച്ചു പിടിക്കുക, നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും. അതേപോലെ തന്നെ ഭക്ഷണം ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓവറായിട്ട് കാർബ് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. ഇത് നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. എന്നാൽ സെറാട്ടോണിൻ ഹോർമോണിന്റെ ഒരു ഡെഫിഷ്യൻസിയാണ് വരുന്നുണ്ടെങ്കിലോ ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ. ആ ഡിപ്രഷന്റെ കൂടെ നമുക്ക് നല്ല തലവേദന വരും. അതേപോലെ വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് ഏജ്ഡായി പോകും. നമ്മൾ പറയും ചിലർക്ക് നമ്മൾ ഇത്രയും കാലം ഭയങ്കര സുന്ദരിയായിരുന്നു, പക്ഷെ അവളെ വീട്ടിൽ ആ ഒരു പ്രശ്നം വന്നതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് വയസ്സായി പോയിട്ടോ എന്ന് പറയും. ഇല്ലേ? കേട്ടിട്ടില്ലേ? അത് ഈ ഒരു ഹോർമോണിന്റെ വേരിയേഷനാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഇമോഷൻസ് ട്രിഗർ വന്നു. അപ്പൊ വിചാരിക്കാം, സ്കിന്ന് ഡാമേജ് ആവട്ടോ, വേണ്ട, വല്ലാണ്ട് ഇങ്ങോട്ട് അടുപ്പിക്കണ്ട, മാറ്റി നിർത്തിക്കോ, മാറ്റി നിർത്തിക്കോ. എന്നിട്ട് നമ്മൾ നമ്മുടെ ആ ഇമോഷൻസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല മെഡിറ്റേഷൻസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷൻസ് നമുക്ക് ചേഞ്ച് ആവുകയും ചെയ്യും, നമ്മുടെ ഹെൽത്ത് ബെറ്റർ ആവുകയും ചെയ്യും, നമ്മുടെ മൈൻഡ് നമുക്ക് കൂൾ ആവുകയും ചെയ്യും. ഇനി അതുപോലെ തന്നെ അടുത്ത ഹോർമോൺ ഏത്? സെറാട്ടോണിൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ കെട്ടിക്കുടുക്കിയിട്ടുള്ളൊരു ഹോർമോണാണ് സെറാട്ടോണിൻ ഹോർമോൺ. കാരണം സെറാട്ടോണിൻ ഹോർമോൺ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അൺഹെൽത്തി സിറ്റുവേഷനിൽ പോകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോർമോൺ ഇപ്പോൾ നമുക്ക് എത്ര ബ്രെയിൻ ഉണ്ട്? പറയൂ പറയൂ പറയൂ. നിങ്ങളെല്ലാവരും മിണ്ടാതിരുന്ന അങ്ങനെ ശരിയാവുക? രണ്ടോ? ബാക്കിയുള്ളവർക്കോ? മഞ്ജു ചേച്ചിക്ക് 2. ബാക്കിയുള്ളവർക്കോ? ഒന്നുകിൽ പറയുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഇനി ഒരാളെ 2. 2 പേർക്ക് 2. ബാക്കിയുള്ളവർക്കോ? ഒന്നുള്ളവരാണോ മിണ്ടാതിരിക്കുന്നത്? ബ്രെയിൻ ഇല്ലാത്തവരാണോ മിണ്ടാതിരിക്കുന്നത്? Right, you're right.
ബ്രെയിനില്ലാത്ത തന്നെ. ഓക്കെ. അത് തന്നെ ചാറ്റ് ബോക്സ് ലോക്കാണോ അസ്മാക്കുട്ടി എന്താന്നറിയില്ല. അസ്മാക്കുട്ടി ബ്രെയിൻ ആ. ഉണ്ടോന്നാ ഇപ്പൊ സംശയം. ഓക്കെ. രണ്ടുണ്ടെന്ന് പറഞ്ഞു. മഞ്ജു ചേച്ചി ഓ, രണ്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഈ രണ്ടെണ്ണം? ശരീരം മൊത്തം ബ്രെയിനാണ്. ഓരോ ശരീരം മൊത്തം ബ്രെയിൻ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ. അത് രണ്ടും ചേരുമ്പോഴാണ് ഒരു ബ്രെയിൻ. നമ്മുടെ വയറിനെയും വയറിനെ അല്ല, അതാ ലിവറാണോ ഏതാ സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്നത്? എവിടെയോ ഒന്ന് കേട്ടിട്ടുണ്ട്. കാലിന്റെ കാഫ് വരുന്നത് കാലിന്റെ കാഫ് ബ്രെയിൻ അല്ല, അത് വേറൊരു തന്നെയാണ് പറയുന്നത്. ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട്. സെക്കൻഡ് ബ്രെയിൻ നമ്മുടെ ഗട്ടാണ്. ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ഈ ബ്രെയിനും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇവിടെ ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ ഇവിടോട്ടാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെറാട്ടോണിൻ ഹോർമോൺ, നേരത്തെ ഞാൻ പറഞ്ഞു ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിലാണ്. എന്നാൽ സെറാട്ടോണിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 90% നമ്മുടെ ഗട്ടിലാണ്, 10% മാത്രമാണ് ബ്രെയിനിൽ. സോ നമുക്ക് ഇമോഷണലി നമ്മൾ എന്തെങ്കിലും ഒരു ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ആദ്യം ബ്രേക്ക് ഡൗൺ ആവുന്നത് നമ്മുടെ വയറിന്റെ പ്രവർത്തനമാണ്. അത് സ്ലോ ആവും. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ വന്നു കഴിഞ്ഞാൽ വിശപ്പുണ്ടാവില്ല, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ മോശം പോവില്ല, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇമോഷൻ റിലേറ്റഡ് ആണ് കൂടുതലായിട്ടും ഉണ്ടാവാറുണ്ടോ? കാരണം ഇപ്പൊ ഞാനത് ചേഞ്ച് ചെയ്തതിന് ശേഷം എൻ്റെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്തു, എൻ്റെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്തു, അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടന്ന ആ ഒരു പ്രോബ്ലംസിനെ, എൻ്റെ സങ്കടങ്ങളെ, ദേഷ്യത്തെ, വിദ്വേഷത്തെ, പക എല്ലാം എടുത്തു മാറ്റിയപ്പോൾ എൻ്റെ ഗട്ട് വളരെ സ്മൂത്തായി. അപ്പോൾ ഗട്ട് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹെൽത്ത് മോശവും 100% ഉറപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗട്ട് നന്നായിട്ട് വെക്കുക. ഗട്ട് നന്നായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് ഷുഗർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്, പ്രോസസ്ഡ് ഫുഡ് കഴിക്കരുത്. ഇതെല്ലാം നമ്മുടെ ഗട്ടിനെ നശിപ്പിക്കും, നമ്മുടെ ഗുഡ് ബാക്ടീരിയ നശിപ്പിക്കും. ഗുഡ് ബാക്ടീരിയ കറക്റ്റായിട്ട് നമ്മുടെ ഗട്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജഷനെ ബാധിക്കും, നമുക്ക് ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നം ഉണ്ടാവും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് മോഷൻ പോവാതിരിക്കും. മോഷൻ നമ്മുടെ ബോഡിയിൽ വേസ്റ്റ് ആണ്, അത് നമ്മുടെ ബോഡിയിൽ എത്രത്തോളം നിൽക്കുന്നോ അത്രത്തോളം കേടാണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി തീരുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഡെയിലി മോഷൻ പോവാത്ത ഒരാളാണ് എങ്കിൽ അവരുടെ ഹെൽത്ത് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസിലായിരിക്കും. സോ നിങ്ങൾ എല്ലാ ദിവസവും ഗട്ടിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ മോര് കഴിക്കുക. മോര് കഴിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് കുറച്ച് ജീരകത്തിന്റെ പൊടിയും കുറച്ച് ഉലുവയുടെ പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ മിക്സിയിലിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും മോര് കുടിക്കുക. 2 ഗുണമുണ്ട്. നമുക്ക് ഈ ക്രേവിംഗ് ടെൻഡൻസി കുറയും, ഒരു ഗുഡ് പ്രോട്ടീൻ ആണ്, അതേപോലെ ഗുഡ് പ്രോബയോട്ടിക് ആണ്. ഡെയിലി ബേസിൽ നമ്മുടെ ഗട്ടിന് കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു ഗുഡ് ബാക്ടീരിയ നമുക്ക് കീപ്പ് ചെയ്ത് നിർത്താൻ പറ്റും. ഇനി ഗട്ടിന് പ്രോബ്ലം കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് പ്രോബയോട്ടിക്കിന്റെ സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കേണ്ടി വരും. അതൊന്നും ഇവിടെ ഞാൻ പറയുന്നില്ല, അതൊന്നും ഇതുമായിട്ടുള്ളൊരു വിഷയമല്ല. വളരെ നല്ല എഫക്റ്റ് ആയിട്ടോ. പ്രത്യേകിച്ച് എക്സസ് വെയിറ്റ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇത് കഴിച്ചോളൂ. ഞാൻ എൻ്റെ ക്ലയൻസിനൊക്കെ കൊടുക്കാറുള്ളതാണ്. ഓക്കെ, നമുക്ക് 6:30 മണിയായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു.